you can trust me. It's okay, it's complicated. Nervous trip over my words. You're so pretty, it hurts. Baby, I'm yours. Baby, I'm yours. Baby, I'm yours. സണ്ണിച്ചായ വിളിച്ചായിരുന്നോ? അല്ല, ലെവിൻ വന്ന് പറഞ്ഞു സണ്ണിച്ചായനെ വിളിച്ചെന്ന്. എന്താ ചായ കാര്യം? ഒന്നുമില്ലടാ, നിന്റെ കള്ളപ്രേമൊക്കെ എവിടെ വരെ പോകുന്നു? ആൻ അല്ലേ? ആനാണോ അന്നേന്നാണോ അവളെ പേര്? ആന അല്ല, നിന്റെ ഇപ്പോഴത്തെ ഉദ്ദേശം എന്താ? ഓ അതോ, എൻ്റെ പൊന്ന് സണ്ണിച്ചായ, ഇച്ചായന് നന്നായിട്ട് അറിയാം അന്ന് എന്താ സംഭവിച്ചെന്ന്. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴത്തേക്കും പെമ്പിള്ളേരുടെ കണ്ണു വെട്ടിക്കാൻ വേണ്ടി ഞാനും കൂടെ കളിച്ചൊരു ഗെയിമായിരുന്നു അത്. അതെനിക്കും അറിയാം, അവൾക്കും അറിയാം. അല്ല, ഇച്ചായനെന്താ രണ്ടാമത് അങ്ങനെ ചോദിച്ചാൽ ഇപ്പം എന്താ ഉദ്ദേശം? എന്താ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റായിട്ട് ഇച്ചായൻ കണ്ടോ? അങ്ങനെ തെറ്റായിട്ടൊന്നും ഞാൻ ഒന്നും കണ്ടില്ല. അല്ല, നിനക്കൊരു അടിമുടി മാറ്റം വന്നോണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. തുണി, ഹെയർ സ്റ്റൈൽ, ക്യാരക്ടർ എല്ലാം പഴയ ചാട്ടവും ദേഷ്യമൊന്നും ഇല്ല, ഒരു ശാന്തത ചുറ്റും. അതോട് ചോദിച്ചു. എനിക്ക് നിന്നെ ഇങ്ങനെ ആണ്ട് പരിചയമില്ലല്ലോ, ആദ്യമായിട്ടല്ലേ? ഓ അങ്ങനെ. ഞാനിപ്പോൾ കുറേ കാര്യങ്ങളുടെ പിറകിലാണ് അച്ചായ. അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കുന്നതിന് ഒരു നന്നാവൊക്കെ നല്ലതാന്ന് തോന്നി. അത് നല്ലതാ. ഈ കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നടക്കുമ്പോ നിന്റെ അമ്മയെ കൂടെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. എന്റെ അനിയത്തിയെ നീ പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞു. ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് നീ എന്റെ മരുമോനാന്ന് പോലും നോക്കാതെ നല്ലത് തരാൻ എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടല്ല. പിന്നെ നിന്റെ സ്ഥാനത്തപ്പ ഞാനാണെങ്കിലും ഒന്നും അറിയാതെ ഇങ്ങനെയൊക്കെ തന്നെ വിളിച്ചു പറയും, അമ്മ വേറെ കെട്ടിയിട്ട് അവനെ കൊണ്ട് മുമ്പോ നിൽക്കുമ്പോ. പക്ഷെ നീ അവളെ പറഞ്ഞതിന് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നീ എന്തിനാ അവനെ അത്രയൊക്കെ പറഞ്ഞേ? നിനക്കെന്താ അവനുമായിട്ട് ഇഷ്യൂ? വെറുതെ അവനെ നീ ഓരോന്ന് പറയാൻ പോണ്ട. ഞാൻ എപ്പോഴും കേട്ടും കണ്ട് നിൽക്കുമെന്ന് നീ വിചാരിക്കണ്ട. ഈശ എന്നോടെല്ലാം പറഞ്ഞു നീ എന്തൊക്കെയാ അവനെ പറഞ്ഞെന്ന്. അല്ല, സണ്ണിച്ചായനെങ്ങനെ അവനെ അറിയാന്നുള്ള കാശിനെ? ഞാനും അവനുമായിട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കോളേജ് ടൈമിലെ പ്രശ്നമാണ്. ഞങ്ങൾ അപ്പോഴേ ചെറിയ വഴക്കും അടിയൊക്കെ ഉണ്ടായിരുന്നു, അല്ലാണ്ട് വേറെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. അല്ല, ഇച്ചായനെങ്ങനെ അവനെ അറിയാന്നുള്ള? അതൊക്കെ അറിയാം. അവൻ എന്നെ അറിയില്ല, പക്ഷെ എനിക്കവൻ നന്നായിട്ട് അറിയാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ അവന്റെ പുറകെ തന്നെയാണ്. അവനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവൻ എനിക്ക് അത്ര ഇമ്പോർട്ടൻറ്റ് പേഴ്സണാണ് എൻ്റെ ലൈഫിൽ. അത് വിട്. അല്ല, നീ നിന്റെ ഫ്രണ്ട്സും നിന്റെ ബ്രദേഴ്സും നിന്റെ സെക്കൻഡ് ഫാദറും ഒക്കെ ഇവിടെ കംഫർട്ടബിൾ ആണല്ലോ അല്ലേ എല്ലാ കാര്യത്തിലും? കംഫർട്ടബിൾ ആവാതിരിക്കാനുള്ള കുറവൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. പിന്നെ ഈ ചാനി സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമമൊക്കെ ഇടുമ്പോഴത്തേക്കും പാവ അഡ്വക്കേറ്റ് പെടും കേട്ടാ. അല്ലാണ്ട് വേറെ ആർക്കും പ്രശ്നമുണ്ടെന്ന് തോന്നില്ല. കാശി അബിയൊക്കെ എവിടെ പോലും അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ലൂയിസ് ചാൻ അങ്ങേരല്ലെങ്കിലേ മുണ്ടിയാണല്ലോ. അങ്ങേരെ കാര്യം വിട്. പിന്നെ ഞങ്ങൾക്കൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. കംഫർട്ടബിൾ ആവാതിരിക്കാൻ എന്താ ഇച്ചായ വേണ്ടേ? സണ്ണി ചായൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് അത്രയും നല്ല. ലൂയിസ് അവനെ ഞാൻ വച്ചിട്ടുണ്ട്. ഇഷ എന്നോട് പറഞ്ഞായിരുന്നു അവൻ ഈയിടെയായിട്ട് കുറച്ച് വിളച്ചിൽ കൂടി വരുന്നുണ്ടെന്ന്. അന്നയുടെ മോനല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്നും ചെയ്യാത്തത്. അവൾക്ക് അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉള്ളതിൽ ഏറ്റവും ചെറുതാ ഇളയതാന്നും പറഞ്ഞ അവൾ ഒരുപാട് വഞ്ചിച്ചായിരുന്നു. അതിന്റെ ലക്ഷണക്കേടൊക്കെ ഇപ്പൊ അവൻ കാണിക്കുന്നുണ്ട്. എപ്പോഴാ എന്നെ കൈവാക്കിന് കിട്ടുകയെന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ നല്ല ഒരെണ്ണം വെച്ചു കൊടുക്കും. പിന്നെ അവന്റെ കുരുത്തക്കേടൊന്നും നടക്കത്തില്ലല്ലോ. എന്തിന് എൻ്റെ പൊന്നിച്ചായ അവ കാണിക്കുമ്പോഴുള്ളതേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ പാവാ. അവനെപ്പോലെ ശുദ്ധം വേറെ ആരുമില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ. ചെന്ന് തന്നെ ആലോചിച്ച് നോക്ക്. ഓരോ പൊട്ടത്തരങ്ങളും ചിന്തിക്കാതെ കാണിച്ചു കൂട്ടുന്നതല്ലാണ്ട് പുള്ളിക്കാരൻ പാവാ. പിന്നെ ഞാൻ അവൻ്റെ അനിയനാ. എന്നാലും ഞാൻ എന്തെങ്കിലും പറഞ്ഞ അവൻ ഭയങ്കര കൂളാ. പിന്നെ അവൻ ചില സമയം അതും ഇതൊക്കെ പറയും. പറഞ്ഞാലും അവൻ മനഃപൂർവ്വം പറയുന്നതല്ല. അവൻ അപ്പോഴത്തെ ഒരു ഇതിൽ പറയുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും, ഡാ ലൂക്ക എന്നും പറഞ്ഞു വരും. അവൻ പാവ വെച്ചായ അവനൊരു പ്രശ്നമില്ല. അമ്മ വെറുതെ ഓരോന്ന് പറയുന്നതാ. അതെന്തേലും ആവട്ടെ. പിന്നെ നിന്റെ ഈ മാറ്റവും നിന്റെ ഈ സ്വഭാവ മാറ്റമൊക്കെ ഏതായാലും നല്ല കാര്യത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല കാര്യത്തിനായിരുന്ന നിനക്കുമുള്ള ശരി. എന്നാ പൊക്കോ. ആ കാര്യത്തിന് ഞാൻ ഇച്ചാൻ ഉറപ്പ് വരാം. സണ്ണിച്ചാൻ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. ഞാൻ ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയല്ല ഒന്നും ചെയ്യുന്നത്. എനിക്ക് ചിലതൊക്കെ അറിയണം.
അത് ഞാൻ വിചാരിക്കുന്ന ആൾക്കാരുടെ വായിൽ നിന്ന് തന്നെ അറിയണം. അത് അയാളായിട്ട് തന്നെ പറയുകയാണെങ്കിൽ ഓക്കെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അത് ഞാനായിട്ട് അയാളെ കൊണ്ട് പറയിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഒരിക്കലും എൻ്റെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ അയാളെ ഒരിക്കലും എൻ്റെ ലൈഫിൽ ഡിസ്റ്റർബ് ചെയ്യത്തില്ല, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ സത്യമല്ലെന്നറിഞ്ഞാൽ. പക്ഷെ സത്യമാണെന്നറിഞ്ഞാൽ ഒരിക്കലും ഞാൻ അയാൾ ആർക്കും ഇനി വിട്ടുകൊടുക്കത്തുമില്ല. ഏതായാലും ചായൻ തൽക്കാലം ഇത്ര അറിഞ്ഞാൽ മതി. ഞാനേ പോട്ടെ എന്നാ, ബൈ. ഇവനെന്ത് വല്ല വിരളിയുടെ അസുഖം പിടിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും നിർത്തടിച്ചതുപോലെ. ഓ, എൻ്റെ മുമ്പേ അങ്ങനെ ചെന്ന് വെട്ടി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, മൈൻഡ് ചെയ്യാതെ പോവാം. വന്നാ ചോദിക്കണോ? വേണ്ട, അതിങ്ങനെ ചോദിക്കും. സണ്ണിച്ചായൻ പറഞ്ഞത് ഇവനറിയത്തില്ല, സണ്ണിച്ചായൻ ഇവനറിയാമെന്നല്ലേ പറഞ്ഞേ. പിന്നെ ഞാൻ എങ്ങനെ ഇവനോടത് ചോദിക്കും? ചോദിക്കണ്ട, അല്ലെങ്കിൽ ചുമ്മാ ചോദിച്ചേക്കാം. കാശി, നീ എപ്പോഴാണ് വന്നേ? ഓ, കണ്ടോ? ഓ, ഇവനെ കൊണ്ട് ദൈവമേ, ടോമാൻ ജെറിയില്ല, ജെറിക്ക് പോലും ഇത്രയും വലിയ അവസ്ഥയില്ല. എന്നെ സമ്മതിക്കണം. ഞാൻ ഇപ്പോൾ വന്നേ ഉള്ളൂ. എന്ത്? അല്ല, നിനക്ക് എൻ്റെ ഇവിടുത്തെ സണ്ണിച്ചായനില്ലേ, ആ പുള്ളിക്കാരനെ ഇതിനു മുമ്പ് എവിടെയെങ്കിലും വെച്ച് അറിയാവോ? കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിനക്ക് പരിചയമുണ്ടോ? ഓ, ഇവനെ കൊണ്ട് എനിക്ക് എന്നെ തന്നെ അറിയാത്ത അവസ്ഥയാണ്. പിന്നെയാണ് നിൻ്റെ ഇച്ചായനെ. ഞാൻ അയാൾ ആദ്യമായിട്ട് കാണുന്ന ആ താഴേന്നാ. എനിക്കാരെ അറിയത്തൊന്നുമില്ല. നിന്നെ ഒരുത്തന്നെ മനസ്സറിഞ്ഞറിഞ്ഞിട്ട് ഇതാണ് അവസ്ഥ, പിന്നെയാണ് ഇനി അയാളെ കൂടെ. ഓ, ആണല്ലേ? അല്ല, നീ ഇപ്പം എന്ത് ചെയ്യാൻ പോവാ? ഞാൻ പോകുന്നുണ്ടിട്ട് നിനക്ക് അറിഞ്ഞൂടെ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന്? ഞാനിന്ന് ബാത്റൂമിലോട്ട് പോവാം. അവിടെ പോയിട്ട് എനിക്ക് കച്ചേരിയൊന്നും നടത്താൻ പറ്റത്തില്ലല്ലോ. ഞാനൊന്ന് ഫ്രഷ് ആവാൻ പോവാ. എന്താ, വരുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ വരണമെന്നുണ്ട്. വന്നാൽ നീ കേട്ടൂലല്ലോ. പിന്നെ ഞാനിനിയിപ്പോൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ, നടക്കാത്ത കാര്യം. അത് ശരിയാ, നടക്കാത്ത കാര്യം നമ്മൾ ആഗ്രഹിക്കാതിരിക്കുന്നത് നല്ലത്. അപ്പോൾ ശരി, എന്നാ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാവേ. അവൻ്റെ ഒരു ഫ്ലേട്ടിങ്. നിന്റെ തോന്നല മോനെ കാശി. ഞാൻ വിചാരിച്ചാൽ നടക്കത്തില്ല എന്നുള്ളത്. ഞാൻ വിചാരിച്ചാൽ വേണമെങ്കിൽ നടക്കും, പക്ഷെ ഞാൻ അത് ചെയ്യത്തില്ല. എനിക്ക് അമ്മാതിരി തെമ്മാടിത്തരത്തിനോട് താല്പര്യമില്ല. ഇമ്മാനുവൽ വിളിക്കാമല്ലോ അല്ലേ? അതോ വിളിക്കുന്നതിന് വല്ല പ്രശ്നമുണ്ടോ? അല്ല, നേരത്തെ പറഞ്ഞായിരുന്നു അങ്ങനെ വിളിക്കണ്ടാന്ന്, അതുകൊണ്ട് ചോദിച്ചതാ. ലൂക്ക, താൻ വിളിച്ചോടോ, എനിക്ക് അതിനൊന്നും പ്രശ്നമില്ല. ഇപ്പൊ താനൊക്കെ എന്റെ ബ്രദേഴ്സിനെ പോലെയല്ലേ, വിളിച്ചോ. ഇമ്മാനുവലെന്ന് എന്നെ വിളിച്ചോ. ഓക്കെ, ഫൈൻ. അപ്പൊ ഇനിയിപ്പോ ആ ഗ്യാപ്പ് അങ്ങ് മാറ്റുമല്ലോ അല്ലേ? ഗ്യാപ്പ് നിങ്ങൾക്കാടോ, എനിക്കല്ല. ഫാമിലിയും പ്രത്യേകിച്ച് പറയത്തക്ക ആരുമില്ലാത്ത എനിക്ക് നിങ്ങളോട് കൂടിയപ്പോഴേ എന്റെ ഗ്യാപ്പൊക്കെ അങ്ങ് പോയി. നിങ്ങളിപ്പോ എനിക്ക് വേറെ ആരൊക്കെയോ ആണ്. അല്ല, താനെന്താ ഈ ടൈമിൽ പുറത്ത്? അത് വരുന്നില്ല, കാശി അവിടെ ഫ്രഷ് ആവാ. സോ ഞാൻ വേദിച്ചു അവിടെ നിൽക്കണ്ടെന്ന്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അന്ന് ഇമ്മാനുവല് എന്നോട് റൂമിൽ ഒന്ന് സംസാരിച്ച് ഓർക്കുന്നുണ്ടോ? നൈറ്റ് വന്നേൻ്റെ അന്ന്. അന്ന് ഇമ്മാനുവല് ഭയങ്കര സാഹിത്യമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. വൺ സൈഡ് ലവ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. ഇമ്മാനുവലിന് ലിയോയെ ഇഷ്ടമല്ലേ? എൻ്റെ ഇച്ചാന് എനിക്കറിയാം. ഇനി അതിൽ നിന്ന് ഒളിച്ചോടാനൊന്നും ശ്രമിക്കണ്ട. ഞാൻ ഒരുപാട് പ്രാവശ്യം ശ്രദ്ധിച്ചായിരുന്നു ഇമ്മാനുവലിന് ലിയോയോടുള്ള അപ്രോച്ചും ആ ഒരു ഇളക്കവും എല്ലാം. ഇനി ഇവിടെ നിന്ന് തപ്പിത്തടയാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ പോയി ലിയോയോട് പറയും, മുഖത്ത് നോക്കി. സത്യം പറഞ്ഞാൽ ഞാനായിട്ട് പറയത്തില്ല. അത് പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ സത്യം പറഞ്ഞില്ലെങ്കിൽ നീ അങ്ങ് പോയി പറയും തന്നെ ഭീഷണിപ്പെടുത്തിയ സ്ഥിതിക്ക് നീ സത്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാനെന്ന് നിന്നോട് പറഞ്ഞ ഞാൻ വൺ സൈഡായിട്ട് സ്നേഹിക്കുന്നെന്ന് പറഞ്ഞ ആള് വേറെ ആരുമല്ല, നിന്റെ ചേട്ടൻ തന്നെയാ, ലിയോ. എനിക്ക് ലിയോനെ ഇന്നും ഇന്നലെയൊന്നുമല്ലടോ. ലിയോയ്ക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലെന്നേ ഉള്ളൂ. മനസ്സിലായില്ലെന്നല്ല, അവൻ എന്നെ ശ്രദ്ധിക്കാൻ വഴിയില്ല. ഞങ്ങൾ ഡിഗ്രി പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് ലിയോനെ അറിയാം. ലിയോ എന്റെ 1 ഇയർ സീനിയർ ആയിരുന്നു, പക്ഷെ ഞാൻ അവന്റെ ജൂനിയർ ആയിരുന്നു. ഞാൻ ഗേ ആണെന്ന് എനിക്ക് മുന്നേ അറിയായിരുന്നു. ഫസ്റ്റ് ആദ്യമായിട്ട് എനിക്ക് ഇഷ്ടമായത് ഒരു പെൺകുട്ടിയായിരുന്നു. അന്ന് എനിക്ക് ഗേ ആണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ എടോ, നമ്മളൊരാളെ കിസ് ചെയ്യുമ്പോൾ മരിച്ച ശവം പോലെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ലേ നമുക്ക് അയാളോട് ഒരു ഫീലിങ്സും ഇല്ല. ആ പെൺകുട്ടി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തോ ഞാനായിട്ടുള്ള റിലേഷൻഷിപ്പിന്. പക്ഷെ എനിക്കൊരിക്കലും അതൊരു കംഫർട്ടബിൾ ആയിരുന്നില്ല. അവളുമായിട്ട് ഒരിക്കൽ പോലും
എനിക്ക് അവളോടൊരു ഫീലിങ്സും തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് ഫസ്റ്റ് ആദ്യമായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയത് തൻ്റെ ഇച്ഛാനോടാണ്. പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് പറയണമെന്ന്. പിന്നെ അവൻ എന്നെ പോലൊരു ഗേ അല്ല, അല്ലെങ്കിൽ അവന് ബോയ്സിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മൈൻഡില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ നാണം കിട്ടുള്ളൂ, തൊലി ഒഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവ ഇവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അതാ ഇതുവരെ പറയാത്തെ, ഇനിയും പറയുന്നില്ല. പറഞ്ഞാൽ ശരിയാവില്ലടോ. ഇത് കൊള്ളാം. ആര് പറഞ്ഞു ശരിയാവില്ലെന്ന്? ഞാൻ ഒരു കാര്യം പറയട്ടെ ഇമ്മാനുവലെ, എൻ്റെ ഇച്ചായന് തന്നെക്കാളും ബെസ്റ്റായിട്ടുള്ള ഒരാളെ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, ഒരിക്കലും. കാര്യം വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞുതരാം. ഇത്രയും നാള് ഒരാളെ തന്നെ ഇത്രയും നന്നായിട്ട് സ്നേഹിക്കാൻ തന്നെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അതിന് എൻ്റെ ഇച്ചായൻ ഭയങ്കര ലക്കിയാണ്. അതുപോലൊരു ഭാഗ്യം അങ്ങേർക്ക് ഇനി വേറെ കിട്ടാനില്ല. അതുകൊണ്ട് പോയി പറയാൻ നോക്ക്. എന്തായാലും അയാൾ നിന്നെ ഇഷ്ടമല്ല എന്ന് പറയാൻ യാതൊരു വഴിയില്ല. കാരണം നിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം ഒരു കുറവുമില്ല. പിന്നെ നീ പെണ്ണല്ലാന്നും പറഞ്ഞ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങേരെ തീരാ നഷ്ടമായിരിക്കും. പോയി പറയാൻ നോക്ക്. ഞാൻ പറയാനുള്ള പറഞ്ഞിട്ടുണ്ട്. നീ എങ്ങാനും നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എപ്പോഴായാലും ഞാൻ പറയും കേട്ടാ. ഇപ്പോഴേ പറഞ്ഞേക്കാം. അയ്യോ ചതിക്കല്ലേ, പറഞ്ഞാൽ ശരിയാവത്തില്ല. ഇപ്പൊ ഉള്ള വില കൂടെ പോവാൻ പറ്റും മുമ്പേ. പിന്നെ നീ ഇങ്ങനെ ഭീഷണിപ്പെടുത്തില്ല എന്റെ പൊന്നു ലൂക്ക. പറയണമെന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, അവന്റെ മുമ്പ് ഉള്ള ഇതൂടെ പോകും വെറുതെ. എന്തിത്? ഒരു ഇതുമില്ല. എനിക്കറിയത്തില്ല എൻ്റെ ഇച്ചാനെ. അവൻ ഒരിക്കലും താൻ വിചാരിക്കും പോലത്തെ ഒരു റിപ്ലൈ ആയിരിക്കില്ല തരാൻ പോകുന്നത്. അവൻ ഓക്കെ ആയിരിക്കൂടോ. താൻ പോയി പറഞ്ഞു നോക്ക്. ഇല്ലെങ്കിൽ അവനെ ഞാൻ ഇടിച്ച് പഞ്ചറാക്കും. ഇതുപോലൊരു സാധനത്തിന് അവനങ്ങനെ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ ജന്മത്ത് തപ്പിയ തന്നെ പോലെ ഒരു നല്ല ഐറ്റത്തിന് കിട്ടത്തില്ല. പറഞ്ഞില്ല എന്ന് വേണ്ട. എന്തായാലും ഞാൻ പറയാനുള്ള പറഞ്ഞിട്ടുണ്ട്. പോയി പറയാൻ നോക്ക്. ലാസ്റ്റ് എൻ്റെ ഇച്ചായനെ ആരെങ്കിലും കൊത്തിയെടുത്തോണ്ട് പോയിട്ട് ഇവിടെ ഇന്ന് ഒറ്റയ്ക്ക് ഇന്ന് വൺ സൈഡിലാവൂന്നും പറഞ്ഞ് ദുഃഖിക്കാനേ എൻ്റെ പൊന്നി ഇമ്മാനുവൽ സാറേ, സാറിന് നേരം കാണും. ശരി എന്നാ. അല്ല ലൂക്ക പോയോ? കർത്താവേ, ഇനി അവൻ പറഞ്ഞതുപോലെ അങ്ങനെ സംഭവിക്കോ? എങ്ങാനും അങ്ങനെ സംഭവിച്ച പിന്നെ ഞാൻ ഇനി ജീവിച്ചിരുന്നൊരു കാര്യമില്ല. എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടൂല, വേറെ ആർക്കും ഞാൻ അവനെ കൊടുക്കത്തൂല. നോക്കിക്കോ, എന്റെ ലൈഫ് വരെ ഞാൻ അവന് വേണ്ടി എങ്ങനെ നടക്കുന്നത്. ഈ കേസ് ഏറ്റെടുത്ത് പോലും അവന്റെ വീടാന്ന് അറിഞ്ഞിട്ട. അപ്പോഴാണ് ഇനി എന്തായാലും ഞാൻ വെറുതെ ഇരുന്നത് ശരിയാവത്തില്ല. അവനോട് പോയി പറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ ആ ലൂക്ക പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ നടന്ന അത് ഞാൻ ഒറ്റയ്ക്കിരുന്ന് താങ്ങേണ്ടി വരും. ഓ ദൈവമേ, ഇവനെ കുടിക്കാനും സമ്മതിക്കത്തില്ല. ഇവനെ കൊല്ലാതെ കൊല്ലുക. എൻ്റെ മൈൻഡ് മുഴുവൻ അവനാ എപ്പോഴും. എന്താ ലിപ്സ് കയ്യിന്ന് പോകുന്ന തോന്നുന്നു. കാശി, നീ കഴിഞ്ഞില്ലേ? സ്വപ്നം വരുന്ന? ഓ കഴിഞ്ഞു. ഞാൻ ഇറങ്ങാം. സ്വപ്നത്തിൽ പോലും സമാധാനം തരാത്ത തെണ്ടി. എന്തൊരു ഗുളിക! എന്ത് നേരമായി നീ കുളിക്കാൻ കയറിയിട്ട്? ഞാൻ പുറത്ത് പോയി അഡ്വക്കേറ്റിനോട് സംസാരിച്ചു, തിരിച്ചു വന്നു. പിന്നെ രണ്ടാമത് പോയി കോഫി കുടിച്ചു. ഇതിന് മാത്രം നിനക്ക് എന്താ കുളിക്കാനുള്ളത്? നീ എന്താ ബാത്റൂം പണിത് കുളിക്കുമായിരുന്നു അവിടെ? അതെ, പണിത് കുളിക്കുമായിരുന്നു. നിനക്ക് മനസ്സിലായല്ലോ. ഇനി കൂടുതലൊന്നും ചോദിക്കാമല്ലോ. അല്ല, എന്തിനാണോ കിടന്ന് അലമുറയായിട്ട് വിളിച്ചത് എന്നെ കിടന്ന് കാശി കാശിന്ന്? കാര്യം പറ. വെറുതെ അനന്തിനെ കാശി നീ ചൂടാവുന്നേ? നീ കുളിച്ചപ്പോൾ ഭയങ്കര ഹോട്ടായിട്ടുണ്ട് കേട്ടോ. ഈ സ്ട്രോബെറിയൊക്കെ പഴുത്ത് നിൽക്കില്ലേ, അതുപോലെ ഉണ്ട്. കടിച്ച് തിന്നാൻ തോന്നുന്നുണ്ട്. ആണോ? എന്നാൽ ഞാൻ സ്ട്രോബെറി അല്ല കേട്ടോ. മോറങ്ങോട്ട് നിൽക്ക്, ചോദിക്കട്ടെ. നീ നേരത്തെ ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അതിനെന്താ നീ നേരത്തെ എന്താ ചോദിച്ചേ? എനിക്ക് ഓർമ്മയില്ലല്ലോ. എന്താ ചോദിച്ചേ? നിനക്ക് ഓർമ്മയില്ലാത്തതാണോ അതോ നീ ഓർമ്മയില്ലാത്തതുപോലെ അഭിനയിക്കുന്നതാണോ? കാശി, ഓർമ്മയില്ലാത്തതാണോ
ഓർമ്മയില്ലാത്തതുപോലെ ആക്ട് ചെയ്യുന്നതാണോന്ന്. ദേ ലൂക്ക, നീ അടുത്തോട്ട് വരുന്നതേ എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഫ്ലേർട്ട് ചെയ്യാനാണെങ്കിൽ വരണ്ട. ഞാനിപ്പോൾ അതിന് പറ്റിയ മൂഡിലല്ല. സോ നിൻ്റെ നല്ലതിനാ പറയുന്നത്. നീ മര്യാദയ്ക്ക് പോകാൻ നോക്ക്. എനിക്ക് ഇപ്പോഴും നീ ഇത് കാണിക്കുമ്പോൾ ഞാൻ കളിയായിട്ട് എടുക്കില്ല. പറഞ്ഞില്ല എന്ന് വേണ്ട. നീ മാറ്, ഞാൻ പോട്ടെ. ആ നിൽക്ക്, അങ്ങനെ പോവല്ലേ, പറഞ്ഞിട്ട് പോ. നീ എന്തിനാ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ നിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ എന്നെ നിന്ന് ഒഴിഞ്ഞു മാറുന്നേ? എൻ്റെ പൊന്നു ലൂക്ക, എനിക്ക് ഒഴിഞ്ഞു മാറണമെന്നും താല്പര്യം ഉണ്ടായിട്ടല്ല. ഞാൻ രാവിലെയൊക്കെ നിന്ന് കണ്ടീഷനിലായിരുന്നെങ്കിൽ ഞാനും നിന്നേനെ നിൻ്റെ അടുത്ത്. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനത്തെ ഒരു രീതിയിലല്ല. നീ മാറ്. ഞാൻ പിന്നെ എപ്പോൾ വേണോ നിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ക്ലീശ പരിപാടിക്ക് ഞാൻ നിൽക്കാം. പക്ഷെ ഇപ്പോൾ വേണ്ട. ഇപ്പം ഞാൻ അതിന് പറ്റിയൊരു സിറ്റുവേഷൻ അല്ല. അതോണ്ടാ പറഞ്ഞേ. നീ മാറാൻ നോക്ക്. അതെന്താ ഞാൻ അടുത്തോട്ട് വരുമ്പോൾ മാത്രം നിനക്ക് ഒന്നിനും പറ്റിയ സിറ്റുവേഷനിലല്ല? അല്ലെങ്കിൽ നിനക്ക് എവിടെയെങ്കിലും പോകണം, അല്ലെങ്കിൽ നിനക്ക് ഉറങ്ങണം. അതെന്താ അങ്ങനെ? എന്താ നിനക്കെന്നോടിനി വല്ല പ്രേമോ മറ്റോ, അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ എന്നോട്? അതാണോ ഞാനിങ്ങനെ വരുമ്പോൾ നീ ഒഴിഞ്ഞു മാറുന്നത്? എൻ്റെ അടുത്തേക്കുമ്പോൾ നിനക്ക് ഭയങ്കര ടെൻഷനാണല്ലോ. അതെന്താ? നിനക്കെന്നോടിനി വല്ല ലവോ വല്ലത്, അല്ലെങ്കിൽ ഇനി വേറെ വല്ല ഫീലിങ്സോ ഉണ്ടോ? അല്ലെങ്കിൽ എന്താ നീ ഒന്നും പറയാത്തേ? മയിരൻ സമ്മതിക്കില്ല. ഇപ്പം നിനക്ക് എന്താ അറിയണ്ടേ? എനിക്ക് നിന്നോട് എന്ത് ഫീലിങ്സാന്നല്ലേ അറിയിച്ചു തരാം. വാ ഇവിടെ. കാശി, കുറേ ദിവസമായി ഞാൻ എനിക്ക് ഒന്ന് നീ ചെയ്യുമ്പോൾ ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല, വേണ്ടാന്ന് വെച്ചിട്ടാ. ലൂക്ക, വെറുതെ നീ എന്നെ പരീക്ഷിക്കരുത് വീണ്ടും വീണ്ടും. പറഞ്ഞില്ല എന്ന് വേണ്ട. നിനക്ക് നന്നായിട്ടറിയാം ഞാൻ എൻ്റെ അങ്ങേയറ്റം ക്ഷമിച്ചാ ഇത്ര നേരം ഇവിടെ നിന്നത്. നീ എന്നെ ഓരോ നിമിഷം ഫ്ലേർട്ട് ചെയ്യുമ്പോഴും ഞാൻ മിണ്ടാതെ നിന്നിട്ടുള്ളൂ. അതൊക്കെ എൻ്റെ കഴിവുകേടാന്ന് നീ വിചാരിക്കരുത്. നീ ചെയ്യുന്നതിലപ്പുറമായിട്ട് എനിക്ക് ചെയ്യാറിയാം. പിന്നെ ഒന്നുമില്ല, നീ മോറങ്ങോട്ട്. അതെ, ഈ ഒരു ചെറിയ കാര്യം ചെയ്തിട്ടാണ് ഇത്ര വലിയ ഡയലോഗ് അടിച്ചിട്ട് പോകുന്നത്. എനിക്കിതിനും വലുതൊക്കെ ചെയ്യാൻ അറിയാം. ആണോ? ചെയ്യാൻ അറിയാമെന്നല്ലേ ഉള്ളൂ. ഇതുവരെ ഞാനിപ്പോൾ ചെയ്തതിൻ്റെ അത്ര വലുത് നീ ചെയ്തില്ലല്ലോ. അത് എന്നിട്ട് നീ ഡയലോഗ് അടിക്കും. പിന്നെ ആദ്യം നീ ആ കഴുത്തിലെ പാട് മറയ്ക്കാനുള്ള പണി കണ്ടുപിടിച്ചോ കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരൊക്കെ ചോദിക്കും. ഇപ്പം ശരി എന്നാ. ഓ ആയിക്കോട്ടെ. അയ്യോ പാട്. അല്ല, ഇവനിങ്ങനെയൊക്കെ ചെയ്യാറിയായിരുന്നു. ഓ, കളിച്ച് ഞാനങ്ങ് കോത്തോട്ടത്തെഴുന്ന് കളിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ. എന്നാലും എന്താടാ നീ വല്ലാണ്ടിരിക്കുന്നത്? നിനക്കെന്തേലും എന്നോട് പറയാനുണ്ടോ? നീ വന്നപ്പോൾ തൊട്ട് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണല്ലോ. എന്താ കാര്യം? എന്താ? ഉണ്ട്. അല്ല, നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? അല്ലെ, എനിക്ക് നിനക്കെന്തോ എന്നോട് പറയാനുള്ളത് പോലെയും തോന്നിയായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. എനിക്കാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എനിക്കുണ്ട്. പക്ഷെ ഫസ്റ്റ് നീ പറ. ഞാനല്ലേ ആദ്യം ചോദിച്ചേ, നീ പറ. നീ പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഞാനും പറയാം എനിക്ക് പറയാനുള്ള കാര്യം. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം കേട്ടിട്ട് നീ എന്നോട് ദേഷ്യപ്പെടരുത്. ഞാൻ നിന്നോട് ദേഷ്യപ്പെടത്തില്ല വെറുതെ. എടാ ഞാൻ പറയട്ടെ. എടാ, എനിക്ക് ലൂക്കായിട്ട് റൂം ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അയാളെ പേരെന്താ, സണ്ണി, അങ്ങേരിട്ട് പോയി പറയുമ്പോൾ എന്നെ ആ റൂമിൽ നിന്ന് മാറ്റാൻ. എടാ പറ്റത്തില്ലടാ അബി. എടാ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോവും. കയ്യിൽ നിന്ന് പോയി പണിയാവും ലാസ്റ്റ്. ഞാൻ അവനെ വല്ലതൊക്കെ കെയർ ചെയ്യൂടാ. എൻ്റെ കയ്യിൽ നിൽക്കൂലടാ. എനിക്കവനെ കാണാൻ എൻ്റെ കൺട്രോൾ പോവാടാ. പോലെ എനിക്ക് അവൻ്റെ ഒടുക്കത്തെ ഫ്ലൈറ്റിങ്. അവൻ എന്നെ നല്ലപോലെ ഇളക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ പിടിച്ചാ നിൽക്കുന്നത്. എൻ്റെ പൊന്നബി, നീ വാ, നമുക്ക് അയാളോട് പോയി സംസാരിക്കാം. വാ. എനിക്ക് ശരിയാവത്തില്ലടാ, ഞാൻ അവിടെ കിടന്ന് ശരിയാവത്തില്ല. ഞാനെൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. മാക്സിമം
പക്ഷെ അവൻ മനഃപൂർവ്വം വന്ന് കയറുകയാണ് എൻ്റെ അടുത്തോട്ട്. ആ ഇത് കൊള്ളാം. ഇത്രയും നാളും അവനൊന്നിനും കിട്ടുന്നില്ല, സംസാരിക്കാൻ കിട്ടുന്നില്ല, അവനൊന്ന് കാണാൻ പോലും കിട്ടുന്നില്ല എന്ന് കേട്ട് മടുത്ത്. ഇപ്പം അവനെത്തി അടുത്ത് കിട്ടിയപ്പോഴത്തേക്കും ഒന്നിനും പറ്റുന്നില്ല, അവൻ്റെ അടുത്ത് എനിക്ക് കിടക്കണ്ടായിരുന്നു. നിനക്കെന്തോന്നടാ എൻ്റെ പൊന്നു കാശി, ഇത് അവനായിട്ട് ഇട്ടിയെന്ന ഒരു ചാൻസാണ്. നിനക്ക് അവനോട് നല്ലപോലെ സംസാരിക്കാനും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ. നമ്മളിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല. പിന്നെ അവൻ ഒരിക്കലും ഇപ്പോൾ കുറച്ച് സോഫ്റ്റ്വെയർ പെരുമാറുന്നെന്നും പറഞ്ഞുകൊണ്ട് അതവൻ്റെ വേറെന്തോ ഉദ്ദേശമാണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞേ. അതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും നമ്മളല്ല നിന്നെ അക്സെപ്റ്റ് ചെയ്യാനും പോകുന്നില്ല. നിനക്കങ്ങനെ ഇനി അവന് ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചാടിക്കടിച്ച് തിന്നാൻ നിൽക്കും. അവൻ്റെ ഈ ഉള്ള സ്നേഹം കൂടെ പോകും. അതുകൊണ്ട് ഇപ്പോൾ അവൻ സ്നേഹിക്കുന്ന ഈ സ്നേഹത്തിലേ നീ അതങ്ങ് ആസ്വദിക്കും. അല്ലാണ്ട് ഇങ്ങനെ നടന്നു ഓരോന്ന് കാണിക്കാതെ. അവൻ ഫ്ലേർട്ടല്ലേ ചെയ്യുന്നുള്ളൂ, നീ മിണ്ടാതങ്ങ് നിന്നാൽ മതി. പിന്നെ ഇപ്പം നീ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് അവനുമായിട്ടുള്ള ഓരോ മൂമെൻറ്റും നീ ഓരോ നിമിഷവും മിസ് ചെയ്തുകൊണ്ടിരിക്കും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നീ അവനുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്ക്. നിനക്ക് വേണ്ടിയേ പറഞ്ഞേ, എനിക്ക് വിഷയമൊന്നുമില്ല. ഇല്ലെങ്കിൽ നമുക്ക് അയാളോട് പോയി സംസാരിച്ചിട്ട് ഞാൻ നിൻ്റെ കൂടെ കിടക്കാം, നമുക്ക് ഒരുമിച്ച് ഒരു റൂമാക്കാം, പോരെ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ അല്ല, അപ്പം നീ പറഞ്ഞത് ശരിയല്ലേ? ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവനുമായിട്ട് ഇനി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? അല്ല എന്നാൽ റൂം മാറണ്ട, നമുക്ക് അവിടെ തന്നെ കിടക്കാം. അല്ല നീ ലൂയിസിൻ്റെ റൂമിൽ ഓക്കെ അല്ലേ? അവൻ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു നീ അവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ. വലിയ ശല്യമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ലടാ, അതും ഈ പറഞ്ഞ പോലെ ലൂക്കെ പോലെയാ. അന്ന് തന്നെ നീ കണ്ടില്ലേ ആ വീട്ടിൽ നിന്ന് ഭയങ്കര മാറ്റമായിരുന്നു. ഇപ്പോഴും അങ്ങനെയാ. ഞാനും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാൻ വന്ന. എടാ ഇതിപ്പോൾ എല്ലാം പറയും, എന്നാൽ എല്ലാം കുളവും. അതിനു മുമ്പേ കയറി ഇടപെടണം. അബി എടാ, നമ്മുടെ റൂമില്ലേ, അവിടെ മുഴുവൻ പൊടിയാടാ. നീ ഒന്ന് പറഞ്ഞാൽ നമുക്കത് ക്ലീൻ ആക്കണം. അല്ല നിങ്ങളെന്തെങ്കിലും അത്യാവശ്യം കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, എന്നാ സംസാരിച്ചിട്ട് വന്നാൽ മതി. അത്യാവശ്യം ഒന്നല്ലല്ലോ അല്ലേ ഈ പറയാൻ വന്ന കാര്യം? അല്ലാന്ന് ദേവന്തരായിട്ട് നീ പൊയ്ക്കോ, പോയി ക്ലീനാക്ക്, എന്നിട്ട് വന്നിട്ട് പറയാം. ശരി എന്നാ. ആടാ എന്നാൽ ഞാൻ നിൻ്റെ അടുത്ത് വന്നിട്ട് പറയാവേ. ശരി എന്നാ. ലൂക്ക ലൂയിസ്, ഇവർ രണ്ടുപേർക്കും എന്തൊക്കെയോ ഉണ്ട്. എന്തൊക്കെയോ ഉണ്ടെന്നോ ഈ മണ്ടന്മാരെ കാര്യം. എൻ്റെ പൊന്നു ലൂയിസേ, ലൂക്കയുടെ കാര്യം എനിക്കറിയത്തില്ല, പക്ഷെ നിന്റെ പ്ലാന് ഒന്നും നടക്കാൻ പോകുന്നില്ല ലൂയിസേ. അവൻ എവനോട് സംസാരിച്ച എല്ലാം അറിയുമെന്നും നിന്റെ പ്ലാനൊക്കെ കൊളാവുമെന്നും നിനക്ക് നന്നായിട്ടറിയാം. അത് കൊളാവാതിരിക്കാനാ നീ ഇതൊക്കെ കാണിക്കുന്നതെന്നും എനിക്കറിയാം. ഇനി എൻ്റെ അനിയൻ എന്നെ വെറുത്തിട്ടായാലും ശരി, യവന്മാരെ രണ്ടിനും അടുപ്പിക്കാൻ ഞാൻ നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കില്ല. അതിന് ഈ കഥയിൽ ഞാൻ വില്ലനായിട്ടായാലും ഞാനത് ചെയ്തിരിക്കും. അങ്ങനെ നീ അബീനെയും കാശിയും തമ്മിൽ അടുപ്പിക്കാന്ന് വിചാരിക്കേണ്ട ലൂയിസേ. അതിന് ഈ റാമസ് ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കത്തില്ല. എന്തായി, അവൻ വാ തുറന്ന് വല്ല മൊഴിഞ്ഞായിരുന്നോ? മോൾ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫ്രാൻസിസെ. അവൻ വാ തുറന്ന് വല്ല പറഞ്ഞാലേ ഇതാരാ ചെയ്തതെന്ന് അറിയാൻ പറ്റും, എന്നാലേ പിള്ളേരെ ഇങ്ങോട്ട് മാറ്റാൻ പറ്റും. പിന്നെ പോരാഞ്ഞിട്ട് മോൾ അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരിക, പിള്ളേരെന്തോ സൈൻ എന്തൊക്കെ വാങ്ങാനുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് അനുകൂലമായിട്ട് തന്നെ നടക്കുന്നത്. എന്നാലും സ്റ്റീഫൻ എന്തെങ്കിലും തീരുമാനം നടത്തിയാൽ നമ്മൾ അറിയില്ലല്ലോ. ഈ കിട്ടിയവൻ വാ തുറക്കുന്നില്ലല്ലോ, അതല്ലേ പ്രശ്നം. എൻ്റെ പൊന്നു സാറേ, അവൻ്റെ ജീവൻ പോയാലും വാ തുറന്നൊന്നും പറയത്തില്ലെന്നുള്ള കാര്യം ഉറപ്പായത് ഇന്നലെ തന്നെ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു. പിന്നെ മേഡം പറഞ്ഞു ജീവനോടെ തന്നെ വേണം അവനും ഈ കാര്യങ്ങളിലൊക്കെ ഒരു തെളിവാണ്. അതുകൊണ്ട് മാത്രമാണ് അങ്ങേ അറ്റത്തെ പ്രയോഗം പ്രയോഗിക്കാത്ത. പിന്നെ ഇനി എന്ത് ചെയ്യാനാ, അങ്ങേ അറ്റത്തെ എല്ലാം ചെയ്തു. ഇനി കുറച്ച് ക്രൂവലായിട്ട് ചെയ്യാന്ന് വെച്ചാൽ അതിന് മേഡം സമ്മതിക്കത്തില്ലല്ലോ. പിന്നെ ഞാനിനി എന്ത് ചെയ്യാനാ, അവൻ കൊന്നാലും വാ തുറക്കത്തില്ല എന്നത് വാശിയില്ല. അത് വെറുതെ അല്ലടോ ഫ്രാൻസിസേ, ഈ കാണിച്ചു കൂട്ടിയാനൊക്കെ ഒരുത്തനെങ്കിലും വേണ്ടേ തെളിവിനായിട്ട്. പിന്നെ വീടിന്റെ ഇന്റീരിയർ വർക്കൊക്കെ എങ്ങനെ പോകുന്നു താഴത്തെ? അവന്മാര് നശിപ്പിച്ച 1-2 ലക്ഷം രൂപയുടെ സാധനമൊന്നും അല്ല, കോടികളാ. അതൊക്കെ നേരെയാക്കണം മോള് വരുന്നതിന് മുമ്പേ. അതും കൂടെ പറഞ്ഞായിരുന്നു. പിള്ളേര് സേഫായിട്ടിരിക്കുന്നുണ്ടല്ലോ, അതേനാ മതി. എന്താ ഏതാണെന്നൊന്നും എനിക്കറിയണ്ട. മോള് വരുന്നതിന് മുമ്പേ അവനെ വലിച്ച് കീറിയിട്ടായാലും ശരി, അവൻ്റെ വായിന്ന് എല്ലാം വന്നിരിക്കണം, കേട്ടല്ലോ? ശരിയെന്നാ. ശരി സാർ.
ഈ പൊന്നപ്പാരട്ട കിളവ അറിയുന്നില്ലല്ലോ. സാക്ഷി പറയാനും വലിച്ചു കീറാനും മോവ തുറക്കാൻ പോലും അവൻ ജീവനോടെ കാണില്ലെന്ന്. സ്റ്റീഫന്റെയും ഇഷയുടെ ഇടയിൽ കിടന്ന് കളിക്കുന്ന ഒരേ ഒരു തുറുപ്പ് ചീട്ട് ഞാനായിരിക്കുമ്പോൾ അങ്ങെന്താ പ്ലാനെന്നും ഇങ്ങെന്താ പ്ലാനെന്നും ഞാൻ അറിയാതെ പോയില്ലല്ലോ. ഇയാളൊക്കെ ഇനി എന്നാണാവോ എന്നെ അറിയാൻ പോകുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. തൈപ്പറമ്പ് മുഴുവൻ കഴുതകളുടെ കൂമ്പാരമായി പോയില്ലേ. കഷ്ടം. ആ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ വിചാരിച്ചു നീ ആ ലൂയിസിന്റെ പിറകെ മണത്തോണ്ട് നടക്കായിരിക്കുന്നു. പട്ടി മണത്തോണ്ട് നടക്കും പോലെ. നാണം ഇല്ലല്ലോടാ നിനക്ക്. ഒരുത്തനെ കിട്ടിയപ്പോ മറ്റവനെ തഴഞ്ഞ്. നീയൊക്കെ നല്ലൊരു ഫ്രണ്ടാണടാ. എന്നെങ്കിലും അനിയനാന്ന്, നീ എൻ്റെ അനിയനാന്ന് പറയാൻ തന്നെ എനിക്ക് അറപ്പാ. എനിക്കും ഉണ്ടൊരു കൂട്ടുകാരൻ. അവൻ്റെ അടുത്ത് ഞാൻ ഒന്നും പറയാതെ ഇരുന്നിട്ടില്ല. അവനെ ഞാൻ വേറൊരുത്തനെ കാണുമ്പോൾ തഴഞ്ഞ് കളഞ്ഞിട്ടുമില്ല. അതിനൊക്കെ ഈ പണക്കൊതിയനാന്ന് പറഞ്ഞ ഞാനാ നിന്നെക്കാളും എത്രയോ ബെറ്റർ. അയ്യോ, അല്ല, എൻ്റെ ഏട്ടാ റാമത് പുതിയ കണ്ടുപിടുത്തമായിട്ടാണല്ലോ വന്നേക്കുന്നത്. ഭയങ്കര വലിയ കണ്ടുപിടുത്തമായിപ്പോയി. ഏതായാലും എനിക്കതിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെ, ഒരുത്തന് വേണ്ടിയും പുതിയതായിട്ട് വന്ന ഒരുത്തന് വേണ്ടിയായാലും പഴയതായിട്ടുള്ള ഒരുത്തന് വേണ്ടിയായാലും അവനെ കളയാൻ ഞാൻ അത്ര മൊറ്റവനല്ല. എനിക്കെൻ്റെ ഫ്രണ്ട് എന്നും ഇനി ആരൊക്കെ എൻ്റെ ലൈഫിലോട്ട് വന്നാലും അതിനൊക്കെ മുകളിലായിരിക്കും. അവന് ഞാൻ അത്ര ഇമ്പോർട്ടൻസും കൊടുക്കുന്നുണ്ട് എൻ്റെ ലൈഫിൽ. ശരിയാ, നീ നിൻ്റെ ചെവി കൊണ്ട് കേട്ടതാ. എനിക്ക് ലൂയിസിൻ്റെ അടുത്ത് ഫീലിങ്സ് ഉണ്ട്. എനിക്ക് ലൂയിസിനെ ഇഷ്ടമാണ്. അത് ഞാൻ ലൂയിസിനോട് തുറന്ന് പറയുകയും ചെയ്തു. ലൂയിസിന് എന്നോടുള്ള ഇഷ്ടം അവൻ തിരിച്ചും പറഞ്ഞു. എന്നും പറഞ്ഞ് എൻ്റെ ഫ്രണ്ടല്ലാതാവില്ലല്ലോ. അവനെ ഞാൻ കളയേണ്ട ആവശ്യമില്ലല്ലോ. പറഞ്ഞത് റാമിന് മനസ്സിലായി കാണുമല്ലോ. ആ പിന്നെ മനസ്സിലായി. ഞാൻ കണ്ടായിരുന്നു. അവൻ വന്ന് വിളിച്ചപ്പോ ഇത്രയും നാള് കുഞ്ഞിലെ തൊട്ട് കൂടെ കളിച്ച് കളന്ന ഫ്രണ്ടിനെ അവിടെ ഇട്ടിട്ട് അവന്റെ കൂടെ എങ്ങ് പട്ടി മാത്രം വരും പോലെ വന്നത്. അതായിരിക്കും ഫ്രണ്ട്ഷിപ്പിന്റെ മഹാത്മ്യം വിളമ്പിയതല്ലേ. മനസ്സിലായി. ചത്തൂടെടാ പോയി. റാമേ, വേണ്ട. നിനക്ക് നന്നായിട്ടറിയാം അവ എൻ്റെ ലൈഫിൽ എന്തുമാത്രം ഇതാണെന്ന്. വെറുതെ വേണ്ട. എന്തറിയാന്ന്? അറിയായിരുന്നു. തല്ലിക്കൊന്നാലും പിരിയാത്ത രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ എനിക്കറിയായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കറിയാം അതൊക്കെ വെറും ആണെന്ന്. അവന് നിന്നോടുള്ളത് ആത്മാർത്ഥമായ സ്നേഹവും ആത്മാർത്ഥമായ ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പൊക്കെ തന്നെയാണ്. പക്ഷെ നിനക്ക് പറയിപ്പിക്കാനായിട്ടാണല്ലോ നീ എൻ്റെ അനിയനായിട്ട് വന്നത്. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്ക്. നീ ഇപ്പൊ എവിടെയാ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? ആ, ഞാൻ ആലോചിച്ചോളാം. നീ എന്നെ ആലോചിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട. ഞാൻ വരുന്നില്ല. എനിക്ക് തോന്നിയ കാര്യം ഞാൻ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പൊ ശരി, നിന്റെ പ്രണയ സല്ലാപം നടക്കട്ടെ. കൂട്ടുകാരനെ തഴഞ്ഞിട്ടുള്ള നിന്റെ പ്രണയ സല്ലാപം നടക്കട്ടെ. ഓ, യവൻ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്? എന്ത് സണ്ണി ചെയ്യാൻ എല്ലാവരും വിളിച്ചത്? എടാ, അത് വേറൊന്നുമല്ല. നിങ്ങള് ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങിയിട്ടേ അവിടെ നിങ്ങളെ ഡ്രസ്സ് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചേക്കാം അവന്മാര്. അഗസ്റ്റ് സാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോയി രണ്ടുപേരും എടുത്തിട്ട് വരണം. എനിക്ക് നിങ്ങളോട് വരാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ഇന്ന് രാത്രി തന്നെ വേറൊരു സ്ഥലം വരെ പോകണം, അത്യാവശ്യമായിട്ടാണ്. അത് നിങ്ങളുടെ മമ്മി വിളിച്ച് പറഞ്ഞിട്ടാണ്. അപ്പോഴത്തേനും ഇവിടെ കൂടുതൽ നിന്നിട്ടുള്ള ലൂക്കയാണ്. അപ്പോൾ ലൂക്കയ്ക്ക് അറിയാലോ നമ്മൾ വന്നിറങ്ങിയ സ്ഥലത്തോട്ട് പോകാനുള്ള വഴി അറിയാലോ. അത് പോയി എടുത്തിട്ടാണ്. നിങ്ങളുടെ ഡ്രസ്സും പിന്നെ വേറെ എന്തൊക്കെ ഫുഡിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടാ അതൊക്കെ. ഇവിടെ വേറെ ഒന്നും ഇരിപ്പില്ല. അതുകൊണ്ട് നാളെ പലതൊക്കെ കഴിക്കണ്ടേ രാവിലെ. അപ്പോൾ അതിപ്പോൾ ആരാ പോയി എടുത്തിട്ട് വരുന്നേ? ലൂക്കയുടെ കൂടെ എന്തായാലും ഒരാളും കൂടെ പോകണമല്ലോ. അതിനെന്താ സണിച്ചേ, ഞാൻ പോവാ അവൻ്റെ കൂടെ. അയ്യോ, അത് വേണ്ട. എൻ്റെ കൂടെ കാശി വരും. അല്ലേ കാശി? നീ വരൂല എൻ്റെ കൂടെ? ഓ, യവനെ കൊണ്ട് എൻ്റെ പൊന്ന് ദൈവമേ, ഞാൻ അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കാം. എന്നോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ നിനക്ക്? പിന്നെ ഞാനെന്നും അതെന്തിനാ ലൂക്ക? ലിയോ വരാന്ന് പറഞ്ഞല്ലേ, പിന്നെന്തിനാ ഞാൻ വരുന്നേ? എന്നാ ഒരു കാര്യം ചെയ്യ്, വെറുതെ എന്തിനാ അടി ഉണ്ടാക്കുന്നേ? ഒരു കാര്യം ചെയ്യ്, ലിയോ ചാനും കാശിയേട്ടനും
ലൂക്കാച്ചാനും കൂടെ പൊയ്ക്കോ. അപ്പൊ പിന്നെ പ്രശ്നം സോൾവ് ആയില്ലേ? 3 പേരും കൂടെ പൊയ്ക്കോ. ഓ, ഈ പല്ലിക്ക് തല വെച്ചാനോ മിക്കവാറും ഞാൻ വല്ല പൊട്ടക്കിണറ്റിൽ തല്ലിക്കൊന്നിടും. അതിനൊരു മാറ്റമില്ല. ഓ, ഇറിറ്റേറ്റിംഗ് ഫെലോ. ഓ പിന്നെ 4-5 പേരുടെ ഡ്രസ്സും കുറച്ച് ഫുഡ് സാധനം എടുക്കാനല്ലേ 10,000 പേര് ഇവിടെ നിന്ന് പോകുന്നേ. അവർ രണ്ടും കൂടെ പോട്ടെ, കാശിയും ലൂക്കയും കൂടെ. എന്താ, കാശി പോകൂലേ? അവൻ പോക്കോളും. ലൂക്ക കാശിയിലൂടെ പോവാന്നല്ലേ പറഞ്ഞേ. അപ്പോൾ അവർ രണ്ടും കൂടെ പൊക്കോട്ടെ. അല്ല അത് എടാ മിണ്ടാതെ അവിടെ നിൽക്ക്. ഇത് അവനായിട്ട് നിനക്ക് കിട്ടുന്ന അവസരമാണ്. നിനക്ക് ഈ അവസരത്തിൽ അവനോട് എന്ത് വേണോ പറയാം. നിനക്ക് പറയാനുള്ള എല്ലാം തുറന്നു പറയാം. അന്നെന്താ നടന്നേന്നും സത്യങ്ങളും എല്ലാം നിനക്ക് അവന് ഇഷ്ടമാണെന്നുള്ളത് ഉൾപ്പെടെ. കാരണം നീ അവന് മാത്രമേ കാണുള്ളൂ. അങ്ങോട്ട് പോകുന്നത് വണ്ടിയിലാണെങ്കിലും എന്തിലാണെങ്കിലും നിങ്ങൾ രണ്ടും മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് നീ മിണ്ടാതിരിക്കാൻ നോക്ക്, പോവാൻ നോക്ക്. എന്താ കാശി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്നാ വേറെ ആരെങ്കിലും വിട്ടോളാം, മോൻ പോണ്ട. ഇല്ല, ബുദ്ധിമുട്ടില്ല. ഞാൻ പൊക്കോളാം ലൂക്കയുടെ കൂടെ. എന്തൊക്കെ ആവും തേടാ പരനാറി. നിന്റെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ എല്ലാം കയറി ഏക്കുന്നത്. ലാസ്റ്റ് ഞാൻ വല്ല പൊട്ടക്കേട്ടിലും കിടക്കാതിരുന്നാൽ മതി അവൻ്റെ കൂടെ പോയിട്ട്. നീ സമാധാനപ്പെട്, അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. നമുക്ക് കിട്ടുന്ന ഓരോ അവസരവും നമ്മൾ പാഴാക്കാൻ പാടില്ലടാ. കാശി, എനക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ബുദ്ധിയൊക്കെ പറഞ്ഞു തരുന്നത് എൻ്റെ തല പുകച്ച്. എന്നിട്ട് നീ എൻ്റെ അടുത്ത് ഒരുമാതിരത്തെ വർത്താനം പറയരുതേ. അല്ല ഇച്ചായ വണ്ടിയിലാണോ പോകുന്നത് അതോ ഞങ്ങൾ നടന്നു വന്ന വഴി തന്നെ നടന്നാണോ പോകുന്നത്? വണ്ടിയിലെന്താ, നിങ്ങൾ രണ്ടുപേരും കൂടെ ട്രിപ്പ് പോകുന്നതാണോ? അതെ, വണ്ടിയിൽ കറങ്ങി തിരിഞ്ഞ് പോയ ഹെലികോപ്റ്റർ നിർത്തിയ സ്ഥലത്ത് എത്തുമ്പോൾ 3 ദിവസം എടുക്കും. അതുകൊണ്ട് വണ്ടിയിലല്ല, ആ വന്ന വഴി തന്നെ കാട് വഴി ഇറങ്ങി നടന്നു പോയി സാധനം എടുത്തോണ്ട് വന്നാൽ മതി കേട്ടോ. അതാകുമ്പോ ഒരു 2-3 മണിക്കൂറേ ആവത്തുള്ളൂ. പോയിട്ട് പെട്ടെന്ന് വരാം. ഓരോ സമയം 2 മണിയായതേ ഉള്ളൂ. ഒരു 4-5-6 മണിയാകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇവിടെ എത്തും. ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞു. അപ്പൊ ശരി, ഇറങ്ങിക്കോ. കാട്ടിക്കൂടെയാ നടന്ന? അയ്യോ, എനിക്കിതെന്തിൻ്റെ കേടായിരുന്നു ദൈവമേ. നമുക്ക് പോവാം കാശി. പോവാം, വാ. പിന്നെ പോകുന്നതൊക്കെ കൊള്ളാം. അവിടെ എവിടെയും താങ്ങിയും തൂങ്ങിയും നിൽക്കാതെ പെട്ടെന്ന് നിങ്ങൾ വരണം. അറിയാലോ, ഫോറസ്റ്റ് ആണ്, സിറ്റി കിടന്ന് കളിക്കും പോലെ അല്ല. രണ്ടിനോടും കൂടെ പറയുന്നത്. അവിടെ ഇവിടെ അങ്ങ് അടിച്ചിടിച്ച് നിൽക്കാതെ പെട്ടെന്ന് ഇങ്ങ് എത്തിക്കോണം കേട്ടല്ലോ. പിന്നെ എടാ ലൂക്ക, നിന്റെ കഴുത്തിൽ എന്താ പറ്റിയേ? നേരത്തെ വരെ ഒരു പാടില്ലായിരുന്നല്ലോ, ഇപ്പൊ എന്താ പെട്ടെന്ന്? അതോ, എൻ്റെ കഴുത്തിൽ ഒരു പാറ്റ കടിച്ചതാ കുളിക്കാൻ വേണ്ടി പോയ ടൈമിൽ. അങ്ങനെയാ പാട് വന്നത്. എന്തിനാ ഇവനെ നോക്കി പറയുന്നേ? എടാ സത്യം പറ, നീ അവനെ വല്ല ചെയ്തോ? ഒന്നാമത്തെ കാര്യം അവൻ വട്ടാണ്, തലയ്ക്ക് സുഖമില്ല. പിന്നെ ചെറുതായിട്ട് ചെയ്തായിരുന്നു. ഇവ എന്നെ പറയിപ്പിക്കുമോ ബി? ഉറപ്പാണെന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. അതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുക ഈ ചെറുക്കൻ. പിന്നെ ചെയ്തിട്ടല്ലേ പറയുന്നത്, അല്ല വെറുതെ ഒന്നുമല്ലല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ആ ചെറുക്കനെ നീ കാട്ടിക്കൊണ്ടിട്ട് ബലാത്സംഗമൊന്നും ചെയ്യരുത്. പാവം പിഞ്ചു പോലത്തെ ചെറുക്കൻ. ശവത്തി കുത്തല്ലടാ, ദൈവത്തോർത്ത് കുത്താതെ. മതി. നേരത്തെ കാലത്ത് ഇറങ്ങാൻ നോക്ക് രണ്ടുപേരും. ബാക്കിയുള്ള ടൈമിൽ ഈ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ നോക്ക്. ഞാനൊന്ന് പോയിട്ട് വരട്ടെ. പക്ഷെ എന്നോട് അത്യാവശ്യമായിട്ട് ചെല്ലാനാ പറഞ്ഞത്. അപ്പോൾ ശരി, എന്നാ നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങാൻ നോക്കേ. ബാക്കിയുള്ളവരെല്ലാം ക്ലീനാക്കി സെറ്റാക്കി ഇരിക്കാൻ നോക്കുക. അപ്പോഴത്തേക്ക് അവർ സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അത് കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കി കഴിച്ചാൽ മതി. ഞാൻ എന്തായാലും വരാൻ ലേറ്റ് ആവും. ശരി എന്നാ. പിന്നെ കാശി, നോക്കിയൊക്കെ പോകണം. ടേക്ക് കെയർ. ലൂക്ക, നോക്കി പോകണടാ. ശരി.